അവര് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ റിയാസ് ഇവിടെ പറയണ്ടായി, ഞങ്ങൾ കൂലിപ്പണി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമാണ്. ഈ ഫാൻസ് അസോസിയേഷനിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ മുതൽ നല്ല ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അവരധ്വാനിക്കുന്നതിന്ന് ഒരു വിഹിതം എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞ അവര് ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതില് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോ, നേരത്തെ ആണെങ്കിൽ എന്റെ അച്ഛന്റെ പേരിലുള്ള ട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ 5-8 വർഷമായിട്ട് ട്രസ്റ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള സംഭാവനകളോ സഹകരണം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് പോയി ചെയ്യുക എന്നല്ലാതെ ഈ പറയുന്ന ജീവകാരുണ്യങ്ങൾ ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ തന്നെയാണ്. അവരുടെ അധ്വാനത്തിൽ നിന്നാണ്. അപ്പോഴേ എന്റെ പേര് ഉപയോഗിച്ചിട്ടാണ് അവരെ ചെയ്യുന്നത്, എന്നോടുള്ള സ്നേഹം കൊണ്ട്. അതിന് ഞാൻ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തപ്പോ നിങ്ങൾ എല്ലാവരും വന്ന് കൈയടിച്ചാണ് എന്നെ ഈ തിരശ്ശീലയിൽ കണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാവുന്നത് ഈ തിരശ്ശീലയിൽ കൂടിയാണ്. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എന്റെ കഥാകൃത്തുക്കള്, എന്റെ സംവിധായകര്, എന്റെ നിർമ്മാതാക്കള്, ഇവരോടൊക്കെ ഈ 150ാമത്തെ ചിത്രം വരെ എത്തിച്ചതിന്, എന്നെ ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് നിങ്ങളോടൊപ്പം സിനിമ കാണാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തിനോടും ഞാൻ എന്റെ നന്ദി പറയുകയാണ്. കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയേറെ കടപ്പാടാണ് എനിക്ക് ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. ഇവിടെ വരാത്ത ആളുകൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അവരോടെല്ലാം ഞാൻ അത്രയും നേരിട്ട് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഈ 150ാമത്തെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വിജയിക്കൂ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ സിനിമ വിജയിപ്പിക്കണം. ഈ സിനിമ വിജയിച്ചേ പറ്റുള്ളൂ. ഈ സിനിമ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത്. പക്ഷെ എന്റെ സിനിമ കണ്ട് ദിലീപ് എന്ന കലാകാരനോടുള്ള ഇഷ്ടം കാണിച്ച കുറെ ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. ലിസ്റ്റിനാണെങ്കിലും, ബിന്ദു ആണെങ്കിലും, ഷാരിസ് ആണെങ്കിലും അവരവരുടെ മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവർക്ക് എന്നെ വെച്ച് എന്താ പറയണത്, അത് എന്നെ വെച്ച് എനിക്ക് ഒരു കച്ചവടവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ലിസ്റ്റിംഗ് വന്ന് സിനിമ എന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആലോചിച്ചിട്ടാണോ സിനിമ ചെയ്തത്? നിങ്ങൾക്കിപ്പോ എന്നെ വെച്ച് സിനിമ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഇവിടെ ഇപ്പൊ എല്ലാവരെയും വെച്ച് സിനിമ ചെയ്യുന്ന ആളാണ് ലിസ്റ്റിംഗ്. കാരണം ഞാൻ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ വിഷയത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഇടയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ ഈ നടൻ ഇവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എല്ലാവരോടും എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം നിങ്ങളുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ശക്തിയാണ്. എന്നെ പോലെ ഒരു കലാകാരൻ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ നോർമലായിരിക്കുന്നു? ഞാൻ നോർമലായിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്, നിങ്ങളുടെ കയ്യടി കൊണ്ടാണ്. കാരണം ഞാനൊരു എന്താ പറയണത്, ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. സുനാമിയാണോ മറ്റാണോ എന്താണെന്ന് എനിക്കിനെ പറഞ്ഞ് അറിഞ്ഞൂടെ, അങ്ങനൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുള്ളപ്പോ ഒരുപാട് സന്തോഷം. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ എൻഡിൽ പറഞ്ഞു പോലെ ചിലപ്പോ ഞാൻ കുഴപ്പത്തിലായി പോകും. വലിയ സന്തോഷം. നമ്മുടെ മലയാള സിനിമയില് റാണിയ